നമസ്കാരം. മൈ ലൈഫ് ആൻഡ് ഹോബീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്ക് പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും എല്ലാം ചേർത്തൊരു നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാതും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി ഈ കറിക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറയട്ടെ കേട്ടോ. ആദ്യം തന്നെ ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത്, 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു ഇടത്തരം ചെറിയ സവാള, അത് കുറച്ച് കറിവേപ്പില, ഒരു ഇടത്തരം തക്കാളി. ഇത്രയാണ് പച്ചക്കറികളായിട്ട് എല്ലാം കൂടി വേണ്ടത്. പിന്നെ കുറച്ച് മുളക് പൊടി, അതിൻ്റെ അളവെല്ലാം ഞാൻ പറയാം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇടുക. കുക്കറിലിട്ടതിന് ശേഷം ക്യാരറ്റും കൂടി കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് ഈ 2 പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കണം. ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയാം. ഇതാ 250 ml കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ധാരാളം മതിയാവും. ഇതൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. കുറേ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ നിറയി പോവും. ഇതാ ഇത്രയും മതി, ഇത്രയും കഷ്ടി മതി. അത്രയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പിടണം. ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. കുക്കർ വയ്ക്കുക. വെച്ച് 3 വിസിൽ വരണം കേട്ടോ. എന്നാലേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേകുള്ളൂ. ഉരുളക്കിഴങ്ങ് വേഗം ക്യാരറ്റിന് വേവ് കൂടുതലായതുകൊണ്ട് പതുക്കെ വേകുള്ളൂ. അതുകൊണ്ടാണ് 3 വിസിൽ വരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് ചെറുതായി അരിയണമെന്നും പറയുന്നത്. ഇനി 3 വിസിൽ വരണം കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നു കഴിഞ്ഞു. നമുക്കിനി കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് മസാലക്കൂട്ടെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അതിന് ശേഷമാണ് ഈ വെന്ത ഉരുളക്കിഴങ്ങിലേക്ക് മസാലക്കൂട്ടും 2 കൂടി ചേർക്കുന്നത്. ഇനി അടുത്തത് സ്റ്റൗ ഓണാക്കണം കേട്ടോ. സ്റ്റൗ ഓണാക്കിയിട്ട് മാത്രമേ ഈ ചീനിച്ചട്ടി ഇങ്ങോട്ട് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ചീനിച്ചട്ടി വെച്ചിട്ട് സ്റ്റൗ ഓണാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വായോട്ടം ശരിക്കില്ലാത്തതുകൊണ്ട് ശരിക്കും അത് കത്തില്ല, കെട്ടുപോകും, അകത്ത് ബുന്നൊരു സൗണ്ട് ഉണ്ടാവും, നമുക്ക് പേടി തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കിയിട്ട് മാത്രമേ ഈ ചീനിച്ചട്ടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണമേ. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ. ടേസ്റ്റ് അതാണ്. 1, 2, 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇടുക. ഇട്ടതിന് ശേഷം അത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുമ്പോൾ നല്ലൊരു വാസന വരും. ഒരുമാതിരി വഴന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്തതിടാം. ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട, കാരണം ഇനി ഒരുപാട് സാധനങ്ങൾ വഴറ്റാനുണ്ട്. ഇതാ കറിവേപ്പില ഇട്ടു. കുറച്ച് കറിവേപ്പില മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിലേക്കിടുക. സവാള എത്രത്തോളം നൈസായി അരിയണോ അത്രയും വേഗം ഇത് നമുക്ക് മൂത്ത് കിട്ടും. വേഗം നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഞാൻ അരിഞ്ഞപ്പോൾ ഒരല്പം കട്ടി കൂടിയും തോന്നും. ഇതിനേക്കാൾ നൈസായിട്ട് അരിയണം കേട്ടോ. ഒരുമാതിരി ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം കേട്ടോ. ഉള്ളിലെ വെള്ളം എല്ലാം വറ്റിപ്പോണം.
കൈവിടാതെ ഇളക്കണേ, അല്ലെങ്കിൽ ചിലത് മുരിയും ചിലത് മുരിയില്ല, അങ്ങനെ കിടക്കും. സവാള ഏകദേശം വഴന്നു കഴിഞ്ഞു. ഇനി തീ കുറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. മുളക് പൊടി, ഒരു കഷ്ടിച്ച 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടതാണ്, അതുകൊണ്ട് ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഉരുളക്കിഴങ്ങ് വേഗം ഇട്ടതാണല്ലോ. കുരുമുളക് പൊടി കുറച്ച്. അടുത്തത് ചിക്കൻ മസാല. ചിക്കൻ മസാല ഒരു ചെറിയ ടീസ്പൂൺ മതി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. അധികം നേരം വേണ്ട, ഒരല്പം സമയം മതി. കഴിഞ്ഞ ഉടനെ തക്കാളി ഇടണം കേട്ടോ. ഈ തക്കാളി ഇതിൽ ചേർന്ന് ഒന്ന് വഴന്ന് വരണം. തക്കാളി കുറച്ചുകൂടി നൈസായിട്ട് അരിയണമായിരുന്നു കേട്ടോ, എനിക്ക് തെറ്റ് പറ്റിയതാണ്. കാരണം തക്കാളി എത്ര ചെറുതായിട്ട് നൈസായിട്ട് അരിയണം, നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം, പക്ഷേ തിക്നെസ് പാടില്ല അധികം, അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി ഇത് വഴന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കണം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം വഴറ്റുമ്പോൾ നമ്മൾ തീ കുറച്ച് വേണം ചെയ്യാൻ കേട്ടോ. എന്ന് വെച്ചാൽ തീരെ കുറയ്ക്കണം എന്നല്ല, എന്നാലും ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വഴറ്റരുതേ. ഒരിക്കലും പിന്നെ തക്കാളിയൊന്നും വഴന്ന് കിട്ടില്ല. കാരണം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പുകഞ്ഞൊക്കെ പോകും. ചെറിയ തീയിൽ പതുക്കെ പതുക്കെ വഴറ്റി കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. തക്കാളി നന്നായി വഴന്നു കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആറി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ബൗളിലിട്ട് അരയ്ക്കാനായിട്ട്. ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി ആറാൻ വെക്കട്ടെ. ആറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബൗളിലിട്ട് ഇത് അരയ്ക്കാനായിട്ട്. കടായി അടുപ്പിൽ വയ്ക്കുക. വെന്ത പച്ചക്കറികളെല്ലാം അതിലേക്ക് കൊട്ടിയിടുക. അതിനുശേഷം മസാല അതിലേക്ക് ചേർക്കുക. അരച്ചു വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചേർത്തെടുക്കണേ. അതിനുശേഷം വീണ്ടും തിളപ്പിക്കുക. എല്ലാം കൂട്ടി ഇളക്കി വീണ്ടും കത്തിച്ച് മൂടി വേവിക്കില്ല, തിളപ്പിക്കുക. എല്ലാം നന്നായി ഇളക്കി കൂട്ടുക. ഉപ്പ് പാകമാണെന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ട്, അത് കാരണം കുറച്ചും കൂടി. കട്ടിയായതുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ചേർക്കണം. ഒന്നുകൂടി നല്ലപോലെ തിളക്കാൻ വയ്ക്കുക. നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ അളവിനനുസരിച്ച് പാകത്തിന് ഉപ്പും വെള്ളവും എല്ലാം ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണേ. 1-2 പ്രാവശ്യം ഉപ്പ് നോക്കണം. ഞാനിപ്പോൾ ഉപ്പ് നോക്കി കറക്റ്റായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇനി ഇതാ എടുത്ത് മാറ്റട്ടെ. ഇനി കടുക് വറുത്തെടുക്കണം. ബൗളിലേക്ക് കറി നമ്മൾ ഒഴിച്ച് വെക്കണം. ഇനി ഒരു ചെറിയ പണിയും കൂടിയുണ്ട്. കടുകും കറിവേപ്പിലൊക്കെ വറുത്ത് കൊട്ടണതിൽ. അല്ലെങ്കിൽ ഗ്യാസ് കത്തിച്ച് വീണ്ടും ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായി. ഇനി 1 സ്പൂൺ എണ്ണ, കുറച്ച് മതി.
എണ്ണ ചൂടായി. ഇനി കടുകിടാം. കുറച്ച് കടുക്. ഈ കുറയ്ക്കണേ. ഒട്ടും മേലിൽ തെറിക്കാതിരിക്കാൻ ഇതാ ഇങ്ങനെ മൂടി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. പൊട്ടുന്ന വെച്ചാൽ കേൾക്കുകയും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മൂത്തൊക്കെ തെറിക്കും. അങ്ങനെ ഇത് കറിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കറി റെഡിയായി. ചപ്പാത്തിക്ക് കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.